ഇന്ന് ഞാൻ ആദ്യമായിട്ട് ജങ്കാറിൽ കയറാൻ പോവാണ്. ഓൾമോസ്റ്റ് 18 വർഷം കോഴിക്കോട് താമസിച്ചിട്ടും ഇതുവരെ ഞാൻ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സ്ഥലമാണ് ബേപ്പൂർ. അപ്പൊ ഞാൻ ഇന്ന് പോകുന്നത് ബേപ്പൂരത്തെ ബീച്ച് എക്സ്പ്ലോർ ചെയ്യാനും ജങ്കാറിൽ കയറാനും വേണ്ടി. ബസ്സിൽ ബേപ്പൂർ വന്ന് ഇറങ്ങിയതിന് ശേഷം ബാക്കിയുള്ളത് മൊത്തം കാൽനട യാത്രയാണ്. നമ്മൾ വണ്ടികളിലൊന്നും കയറുന്നില്ല, ഓൺലി ജങ്കാർ. ഞാൻ ആദ്യമായിട്ട് ജങ്കാറിൽ കയറുന്നത് മാത്രമല്ല, ഞാൻ ആദ്യമായിട്ടാണ് ജീവനുള്ള ഒരു ജങ്കാർ കാണുന്നത്. വാട്ട് ഐ മീൻ, റിയൽ ലൈഫിൽ ഒരു ജങ്കാർ കാണുന്നത്. അപ്പൊ ദാ ജങ്കാർ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിതാ നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് ടിക്കറ്റ് എടുക്കണം. ഈ കാണുന്ന ജങ്കാർ ഇപ്പൊ ഫുള്ളായി, അതിപ്പോ പോവും. ഇനി അടുത്ത വരാൻ പോകുന്ന ജങ്കാറിലാണ് ഞാൻ കയറാൻ പോകുന്നത്. അങ്ങനെ ദാ എനിക്ക് കയറാനുള്ള ജങ്കാർ ലാൻഡ് ചെയ്യാൻ പോവാണ്. അവിടുത്തെ മാമൻ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. അത് ലാൻഡ് ചെയ്യുന്നതിന്റെ അടുത്തോട്ടേക്കൊന്നും പോയി നിൽക്കരുത്. അവിടെ നിന്നാ പിന്നെ ഷൂ ഇടാൻ കാലുണ്ടാവൂല. ആ മുന്നോട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന മെറ്റൽ പാർട്ട് അത്രക്കും വെയിറ്റ് ഉള്ള സാധനമാണ്. ഇതിന്റെ ഉള്ളിലേക്കും പുറത്തോട്ടൊക്കെ പോകുന്ന ആൾക്കാരെയും വണ്ടികളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ അവിടെ ആൾക്കാരും ഉണ്ട്. പിന്നെ എന്നെ പോലെ ആദ്യമായിട്ട് കയറുന്നവർക്ക് ഇൻസ്ട്രക്ഷൻസ് ഇവർ തന്നെയാണ് തരുന്നത്. അങ്ങനെ സക്സസ്ഫുള്ളി ഞാൻ ജങ്കാറിൽ കയറി ഗൈസ്. ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് ജങ്കാറിൽ നടന്ന കാര്യങ്ങളും പിന്നെ ബാക്കിയുള്ള ബേപ്പൂർ എക്സ്പ്ലോറേഷനും നമുക്ക് അടുത്ത വീഡിയോ കാണാം.